UDF അധികാരത്തിൽ വരുമെന്ന് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളുടെയും സർവേ ഫലങ്ങളും പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് ക്യാമ്പ് ആവേശത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. 90 സീറ്റ് വരെ നേടുമെന്ന് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം വന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഏജൻസി എല്ലാ കാലവും കൃത്യമായി പ്രവചനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് സന്തോഷത്തിൽ തുള്ളിച്ചാടുമ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും സന്തോഷം മറച്ചുവെക്കുന്നില്ല. ഈ അവസരത്തിൽ മുഖ്യമന്ത്രി ചർച്ച വീണ്ടും സജീവമാകുമ്പോൾ ചില കാര്യങ്ങൾ കെ മുരളീധരൻ തുറന്നു പറയുന്നുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്ക് യോഗ്യൻ VD സതീശനാണെന്ന് മുസ്ലിം ലീഗിന്റെ പരാമർശം കെ മുരളീധരൻ തള്ളിക്കളയുന്നുണ്ട്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കുമെന്നും മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നില്ല എന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞത്. 4-ാം തീയതി UDF തിളക്കമാർന്ന വിജയം നേടുമെന്ന് എക്സിറ്റ് പോളുകൾ വിധിയെഴുതിയത് സത്യമായി ഭവിക്കും. അതിനുശേഷം ഇത്തരം ചർച്ചകൾ നടത്തുന്നതാണ് ഉചിതമെന്നും കെ മുരളീധരൻ പറയുന്നുണ്ട്. UDFന്റെ കൂട്ടായ്മയുടെ വിജയമാണ് ഇത്. മറ്റ് അവകാശവാദങ്ങൾക്ക് സ്ഥാനമില്ലെന്നുമാണ് മുരളീധരൻ പറഞ്ഞത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, അങ്ങനെ ഒരു തോന്നലിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് ഘടകകക്ഷിയോട് ഞങ്ങൾ വിവരം അറിയിക്കും. ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു വികാരം എന്ന് അറിയിച്ച് അവരുടെ കൂടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് പ്രഖ്യാപനം നടത്തുക. അതായത് എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ വിഷയം പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാവാറാണ് സാധാരണ പതിവ്. ഇപ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സർവേകളും കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇത് എല്ലാ എക്സിറ്റ് സർവേയിലും പറയുന്നത്, എക്സിറ്റ് പോളിലും പറയുന്നത് UDF ജയിക്കുന്ന. ഇപ്പോൾ ഞങ്ങളെടുത്ത കണക്ക് അനുസരിച്ച് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്നതാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു കണക്കിൽ വ്യക്തമാകുന്നത്. ഇത് രണ്ടും ചേർന്ന് നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അല്ല, പിണറായി വിജയൻ അങ്ങനെ വലിയ മുൻതൂക്കം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മുൻതൂക്കം ഉണ്ടെങ്കിൽ ആ പാർട്ടി ജയിക്കണ്ടേ. പാർട്ടി തോൽക്കുകയും മുഖ്യമന്ത്രിക്ക് മുൻതൂക്കം എന്ന് പറയുന്നതിനോട് വലിയ അർത്ഥമൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നത് ഒരു പൊതു സ്വഭാവമായിട്ടാണ് ഞാൻ ഈ എക്സിറ്റ് പോൾ സർവേനെ കുറിച്ച് പറയുന്നത്. ഞങ്ങളുടെ ഒരു അസസ്മെന്റും എക്സിറ്റ് പോളിന്റെ റിസൾട്ട് നോക്കുമ്പോൾ രണ്ടും ഏതാണ്ട് തുല്യമാണ്. അല്ല, ഞങ്ങളുടെ കണക്കനുസരിച്ച് വട്ടിയൂർക്കാവ് ഉൾപ്പെടെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഈ മിനിമം 80 എന്ന് പറയുമ്പോൾ അതിൽ വട്ടിയൂർക്കാവും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ 4-ാം തീയതിക്ക് ശേഷം തീരുമാനിക്കേണ്ട വിഷയമാണ്. 4-ാം തീയതിയുള്ള റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. അതിന് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എക്സിറ്റ് പോളിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് VD സതീശൻ ലഭിച്ചിരിക്കുന്നത് ജനഹിതമാണ്. ജനഹിതം അനുസരിച്ചാണ് UDF ഒരു തീരുമാനം അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കാൻ സാധ്യത എന്നാണ് ഇപ്പോൾ സാധിക്കരുത്. അതായത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് പരസ്യമായി മുന്നോട്ട് വയ്ക്കുകയാണ്. ഏതായാലും 4-ാം തീയതി റിസൾട്ടിന് ശേഷം പോലെ ഇതിനെക്കുറിച്ചുള്ള ചർച്ച. ഇപ്പോഴേ അതിന്റെ ആവശ്യമില്ലല്ലോ. ഏതായാലും ഞാൻ പറഞ്ഞത് 4-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ആര് മുഖ്യമന്ത്രിയാവണമെന്നുള്ള കാര്യമൊക്കെ അന്ന് ചർച്ച ചെയ്താൽ മതിയല്ലോ. ഇന്ന് തന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സമയമുണ്ട് ധാരാളം. എങ്ങനെ? അല്ല, അങ്ങനെ ഒരു തോന്നലിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് ഘടകകക്ഷിയോട് ഞങ്ങൾ വിവരം അറിയിക്കും. ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു വികാരം എന്ന് അറിയിച്ച് അവരുടെ കൂടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് പ്രഖ്യാപനം നടത്തുക. അല്ലെങ്കിലും ഘടകകക്ഷികൾ ആരും പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പരസ്യമായിട്ടും പറഞ്ഞില്ല, രഹസ്യമായിട്ടും പറഞ്ഞിട്ടില്ല. ഇല്ല, സാധാരണ പറയാറുമില്ല, പറഞ്ഞിട്ടുമില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് 4-ാം തീയതി പറയാം. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറയില്ല. ഞാൻ നിങ്ങൾ എത്ര കുത്തി ചോദിച്ചാലും 4-ാം തീയതി കഴിയാതെ ഇതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന സർവേയിൽ വട്ടിയൂർക്കാവിൽ ബലാബലാണല്ലോ, അപ്പൊ അതും കൂടെ കഴിഞ്ഞോട്ടെ.
ബലാബലം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. UDF വിജയിക്കുകയാണെങ്കിൽ UDF ഉയർത്തിയ ആശയങ്ങൾക്കുള്ള പിന്തുണയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനുള്ള പിന്തുണയാണോ? ടീം UDF എന്നുള്ള ആശയത്തിനുള്ള പിന്തുണയാണ്. ടീം UDF. അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ടീം UDF എന്ന് പറയുന്നത്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈ 10 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ടാണ് വീണ്ടും അധികാരത്തിലേക്ക് വരുന്നുള്ള ഈ സർവേ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നതാണല്ലോ ഇതിനകത്ത് കാണുന്നത്. പക്ഷെ അത് റിസൾട്ട് വരുമ്പോൾ ആ സംശയത്തിന് മറുപടി ഉണ്ടാവുന്നതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ എക്സിറ്റ് പോളിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടും.